PM ശ്രീയുമായി ബന്ധപ്പെട്ടും ഒപ്പിട്ടു. അത് ഫിനാൻഷ്യലായിട്ടുള്ള ഒരു സാഹചര്യത്തെ മറികടക്കാനുള്ള വളരെ തന്ത്രപരമായൊരു നീക്കമാണ്. അത് ചെയ്തു എന്നതിന് അത് ഞങ്ങൾ നിർബന്ധിതമാക്കപ്പെടുകയാണ്. അത് ചെയ്യേണ്ടി വന്നു. അത് ചെയ്തില്ല എങ്കിൽ വരുന്നത് വരും ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ 60-40 സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ പടവും എടുത്ത് കൊടുത്തിരിക്കുകയാണ് ഈ പറയുന്നതല്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന ആളുകളെ പട്ടിണിക്കിടാൻ കഴിയില്ല. ദുർബലരായ മനുഷ്യരാണ് പലരും. കോൺട്രാക്ച്വൽ ഈ സ്കീം വർക്കിൻ്റെ ഭാഗമായി വരുന്ന കോൺട്രാക്ച്വൽ ലേബേഴ്സാണ്. നിങ്ങളുടെ തന്നെ ഒരുപാട് സ്റ്റോറികളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടവർക്ക് വേതനം മുടങ്ങുന്നതെല്ലാമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവരുടെ ജീവനോപാധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഈ പണം ഉപയോഗിച്ച് അവരുടെ മുഴുവൻ കാര്യങ്ങളെയും ജീവനോപാധികളെ തൃപ്തിപ്പെടുത്തേണ്ട ബാധ്യത കൂടിയുണ്ട്. ആ ബാധ്യതയ്ക്ക് ഞങ്ങൾ നിർബന്ധിതരായി. അത്ര മാത്രമേ ഉള്ളൂ. പറയാം. അതാണ് ഞാൻ പറയുന്ന കാര്യം. അതുകൊണ്ട് CPI ബോധ്യപ്പെടുത്താൻ കഴിയാത്തതെന്നാണ് ചോദിക്കുന്നത്. ഈ ചോദിക്കുന്ന ആരാണ്? കോൺഗ്രസ്സാണ് അല്ലേ? അല്ല പറയാം. അല്ല പറയാം. ഞാൻ രണ്ടിനും മറുപടി പറയാം. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ചോദിച്ച ചോദ്യം കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് CPI ഒരു മുന്നണിയിലെ വേറൊരു രാഷ്ട്രീയ പാർട്ടിയായ CPI ബോധ്യപ്പെടുത്താൻ കഴിയാത്തതെന്നാണ്. അവർക്ക് അവരുടെ വർക്കിംഗ് കമ്മിറ്റി അംഗത്തെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ. ഞാൻ മറുപടി പറയാം. അല്ല പറയട്ടെ പ്രവീണ, ഞാൻ ചോദ്യത്തിന് മറുപടി പറയാം. എനിക്കൊരു കമൻറ്റ് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ശശി തരൂർ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗത്തെ അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഒരു മുന്നണിയിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ ഉത്തരേക്ക് വരാം. ഞങ്ങൾ CPIയും CPIയും എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ അവിഭാജ്യ ഘടകമാണ് CPI. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. CPIക്ക് അങ്ങനെ ഒരു ഈ പറയുന്നതിനകത്ത് ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ അത് വേറൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് അവരുടെ അഭിപ്രായ ഭിന്നത ഉന്നയിക്കാം. അത് പരിഹരിക്കാൻ കഴിയുന്ന നല്ല രാഷ്ട്രീയാരോഗ്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. CPI ഉന്നയിച്ച പ്രശ്നങ്ങളെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ചർച്ച ചെയ്യാനുള്ള, അത് പരിഹരിക്കാനുള്ള ശരിയായ രാഷ്ട്രീയാരോഗ്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. അത് പരിഹരിക്കും. CPI ഇപ്പോഴും പറയട്ടെ, CPI ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു മുന്നണി എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ട് എങ്കിൽ ആ അഭിപ്രായ ഭിന്നത ചർച്ച ചെയ്യാനും അതിൽ വ്യക്തത വരുത്താനും അത് പരിഹരിക്കാനും കഴിയുന്ന രാഷ്ട്രീയ ആരോഗ്യമുള്ള മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. പിന്നെ ഇപ്പോൾ സ്റ്റെഫിൻ ചോദിച്ച ചോദ്യം എന്താണ്, അവരിപ്പോൾ എങ്ങനെ നിലപാടെടുത്തിരിക്കുന്നു അല്ലേ? സോറി, ഷിജോ ചോദിച്ച ചോദ്യം വെയിറ്റ് ആൻഡ് സീ. നിങ്ങൾ സവാരി കൂടെ ഒന്നും പേടിക്കണം. അതെ, നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വന്തം മുന്നണിയിലെ ആൾക്കാരെ പോലും ബോധിപ്പിക്കാൻ പറ്റാതെ ക്യാബിനറ്റിൽ 2 തവണ എടുത്തൊരു വിഷയം അവർ പോലും അറിയാതെ നടപ്പാക്കിയ ഒരു CPI ഒരു പാർട്ടിയാണ് ഇനി നല്ല രാഷ്ട്രീയ ആരോഗ്യമുണ്ട് അവരെ ബോധ്യപ്പെടുത്തുമെന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഉന്നയിച്ചത് 2 പ്രശ്നങ്ങളാണിത്. ഒന്ന്, PM ശ്രീ ഒപ്പിട്ടത് ശരിയാണോ, അത് കേരളത്തിൽ കേന്ദ്ര നയം നടപ്പിലാക്കുന്നതല്ലേ എന്നുള്ളൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഒരു വശത്ത്. രണ്ടാമതൊരു പ്രശ്നം നിങ്ങൾ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നണിക്കകത്തുള്ള അഭിപ്രായ ഭിന്നതയെക്കുറിച്ചാണ്. അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടുണ്ട്, അത് ശരിയാണല്ലോ, അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടുണ്ടെന്ന്. ആ അഭിപ്രായ ഭിന്നത അതേക്കുറിച്ചാണ് നിങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത്. അത് പരിഹരിക്കാൻ ഞങ്ങൾക്കൊരു സമയം തരും, ഞങ്ങളത് പരിഹരിച്ചോളാം. കേൾക്ക്, ഞങ്ങൾക്കത് പരിഹരിക്കാൻ കഴിയും. അതിന് പറ്റുന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷ പറയട്ടെ, പല ഘട്ടങ്ങളിലും മുൻപും ഒരു മുന്നണിയിൽ CPMഉം CPIയും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കേൾക്കും. അന്നും നിങ്ങൾ ഇതുപോലെ ഒരുപാട് വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത വാർത്തകളൊക്കെ ഒന്ന് ചെയ്തു നോക്കിയാൽ മതി. ആ അഭിപ്രായ ഭിന്നതകൾ പരിഹരിച്ച് കൂടുതൽ ശക്തിയോടെ കേരളത്തിലെ LDF മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വെയിറ്റ് ആൻഡ് സീ. നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങൾ ഈ കൊടുത്ത വാർത്തകളും അത് വരാൻ പോകുന്നു, ഇത് വരാൻ പോകുന്നു, പുലി വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് കൊടുത്ത വാർത്തകളെല്ലാം സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി.
അത് ഓർത്ത് പിന്നീട് നിങ്ങൾക്ക് ലജ്ജ തോന്നാതിരുന്നാൽ മതി.